ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ അയില മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. അപ്പം എല്ലാവരും മറ്റു മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഫ്രൈ ആണ് പൊതുവെ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നിവിടെ നമ്മുടെ വെള്ളക്കാന്താരിയൊക്കെ ഇട്ട് അരച്ചൊരു പച്ച കളറിലെ മസാലയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സക്സസ് ആവുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിചാരിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫ്ലോപ്പായി കഴിഞ്ഞാൽ നിങ്ങളാരും എന്നെ തെറി വിളിക്കരുത്. അതുകൊണ്ട് ക്ഷമയോടെ സക്സസ് ആവുമോ ഫ്ലോപ്പ് ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ വെള്ളക്കാന്താരിയും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനത് നമ്മുടെ അയിലയിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കും. പിന്നെ എനിക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ പുരട്ടി അപ്പോഴേ ഫ്രൈ ചെയ്യുമായിരുന്നു. ഞാനത് പുരട്ടി അന്നേരം ഫ്രൈ ചെയ്യാനായിട്ട് തന്നെ പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാനിട്ടു. നമ്മൾ ഈ ഒരു സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മസാല ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ അയിലയിലേക്ക് ഈ ഫ്രൈ ആയിട്ടുള്ള ഒരു സൈഡിലേക്ക് വീണ്ടും നമുക്ക് ആ മസാല തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് ആ സൈഡ് വീണ്ടും തിരിച്ചിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ട് ആ അപ്പുറത്തെ സൈഡുണ്ടല്ലോ അതിൽ വീണ്ടും ഇതേപോലെ തന്നെ മസാല തേച്ച് കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ വീണ്ടും ഫ്രൈ ചെയ്ത ഭാഗത്ത് മസാല ഇതേപോലെ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഓരോരുത്തർക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ആവുന്ന ഇഷ്ടമുള്ളവരുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഞാനിതുണ്ടാക്കി. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പാനിനകത്ത് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത്. പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം നല്ല ടേസ്റ്റിയാണ്. ഞാനത് ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും. ബൈ ബൈ. സീ യു.